നമസ്കാരം. ലവ് ജിഹാദ് കേസുകൾ സാധാരണമെന്നോണം സ്വാഭാവികമായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വായിക്കുന്നത്. വളരെ ഭീതിജനകമായ ഒരു കാര്യമാണ് ആദിത്യൻ വിക്രമൻ എന്ന ആൾ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ കൊന്നിട്ടുണ്ട് എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ. മനഃപൂർവ്വം കൊന്നതാണോ അല്ലയോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി സ്വദേശിയായ ലെന ജോൺ എന്ന 25-കാരി നേഴ്സാണ് ജിഹാദികളുടെ ഇപ്രാവശ്യത്തെ ഇര. മുണ്ടപ്ലാക്കൽ ജോൺ ജെസി ദമ്പതികളുടെ ഏക മകളാണ് ലെന ജോൺ. തൃശ്ശൂർ മദർ ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സായിരുന്നു. യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ്റെ സജീവ പ്രവർത്തകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച IELTS പരീക്ഷയ്ക്ക് എറണാകുളത്ത് പോയതായിരുന്നു ലെന. അവിടെ വച്ച് കുഴിമന്തി കഴിച്ചു. കുഴിമന്തി കഴിച്ചതിന് പിന്നാലെ വയറുവേദന വന്നെന്നും രക്തസമ്മർദ്ദം കുറഞ്ഞുവെന്നുമാണ് അറിഞ്ഞത്. അർഷദ്, സുഹൈൽ എന്നീ 2 പേരാണ് ആലുവയിലെ നജാസ് ആശുപത്രിയിൽ എത്തിച്ചതത്രേ. എവിടെ നിന്നാണ് കുഴിമന്തി കഴിച്ചതെന്നോ ഈ 2 മുസ്ലിം യുവാക്കൾ ആരാണെന്നോ ഒരു പിടിയും കിട്ടുന്നില്ല. ലെനയുടെ സഹപാഠികൾ ആണോ ഇവർ? അതോ നജാസ് ഹോസ്പിറ്റലിലെ സ്റ്റാഫാണോ? അതോ കുഴിമന്തി വിൽപ്പന നടത്തിയ സ്ഥാപനത്തിലെ ജോലിക്കാരാണോ? അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിൽ ലെനയെ പരിചയപ്പെട്ട് അടുത്തു കൂടിയവരാണോ? പെൺകുട്ടിയുടെ ഫോണിൽ നിന്നാണ് യുവാക്കൾ വീട്ടുകാരെ വിളിച്ചത്. വിളിച്ചയാൾ താൻ ഡോക്ടറാണെന്ന വ്യാജേനയാണ് സംസാരിച്ചത്. ലെന സീരിയസ് ആണെന്ന് ആദ്യം വീട്ടുകാരെ അറിയിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ മരണം സ്ഥിരീകരിച്ച് വീണ്ടും വിളിക്കുകയായിരുന്നു അത്രേ. മനുഷ്യന് കഴിക്കാൻ പാടില്ലാത്ത വിഷാംശം അടങ്ങിയ ഭക്ഷണം മനഃപൂർവ്വം കൊടുത്തതാണോ അതോ ഹോട്ടലുകാരുടെ വൃത്തിയില്ലായ്മയ്ക്കും ജാഗ്രതക്കുറവും കൊണ്ട് സംഭവിച്ചതാണോ എന്ന് പോലീസ് നിഷ്പക്ഷമായി അന്വേഷിക്കണം. ഹോട്ടൽ ഒരു മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ ആകാനാണ് കൂടുതൽ സാധ്യത. എന്തുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് മരിക്കുന്നവരിൽ 90% കാഫിറുകളാകുന്നത് എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംശയം. സംശയത്തിന് തീർച്ചയായിട്ടും ദൃഷ്ടാന്തമുണ്ട്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഇത്തരം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കേസുകൾ പരമാവധി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇത് ഒരുപക്ഷെ അന്യമതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളുടെ മരണത്തിന് ഇത് കാരണക്കാരാകാറുണ്ട് ഇത്തരം ആൾക്കാർ. അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുകയും മതം മാറ്റത്തിന് വിനിയോഗിക്കുകയും ചെയ്യാറുണ്ട്. ചിലരെ ISISലേക്ക് ഇവർ റിക്രൂട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ റിക്രൂട്ട് ചെയ്ത ആൾക്കാരെ കുറിച്ച് നമ്മൾ പലപ്പോഴായിട്ട് അത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടൊക്കെയുണ്ട്. ആ തരത്തിൽ ഒരാളുടെ ജീവിതം നശിപ്പിക്കുക, അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നതിനപ്പുറം അയാളെ ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ തങ്ങളുടേതാക്കി മാറ്റിയെടുത്തുകൊണ്ട് നശിപ്പിച്ചെടുക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിരന്തരം കേരളത്തിനകത്ത് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നു. കേരള സ്റ്റോറി വന്നപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു എന്ന് ആ സിനിമയ്ക്കകത്ത് ചർച്ച ചെയ്തതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് സിനിമ ഏറ്റവും മലീമസമായ ആശയം കേരളത്തിനകത്ത് പ്രചരിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമരങ്ങളൊക്കെ നടത്തിയത്. പക്ഷേ എന്തായിരുന്നു വാസ്തവം? അത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നില്ലേ? ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മുടെ ഭരണാധിപന്മാർ തന്നെ അത്തരത്തിലൊരു പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊടുത്തു മൊണാലിസ. പിന്നീടാണ് അറിയുന്നത് ആ കുട്ടിക്ക് പ്രായമായിട്ടില്ല എന്ന്. പോക്സോ കേസിൽ പെടാവുന്ന അത്തരമൊരു കാര്യം ചെയ്തു കൊടുത്തത് നമ്മുടെ ഭരണാധിപന്മാരാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത. എന്തിനായിരുന്നു അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത്? കേരളത്തിൽ ഇങ്ങനൊരു സ്റ്റോറിയുണ്ട്. ഇനി ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഹിന്ദു ക്ഷേത്രത്തിൽ വെച്ച് ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട പെൺകുട്ടിയെയും അല്ലെങ്കിൽ ഇതര മതത്തിൽപ്പെട്ട ആൺകുട്ടിയെയും തമ്മിൽ വിവാഹം കഴിപ്പിക്കാമോ? അങ്ങനൊരു നിയമമുണ്ടോ? അങ്ങനൊരു നിയമമില്ല. അത്തരത്തിൽ ആ രീതിയിൽ വിവാഹം നടത്തി കൊടുക്കുവാൻ പാടില്ല. ഇനി അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം നടത്തി കൊടുക്കണം. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണെങ്കിൽ അത് ക്ഷേത്രത്തിൽ വെച്ച് നടത്തുവാനുള്ള നിയമസാധുതയില്ല. അത് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയിരിക്കെ എന്തിനാകാം കേരളത്തിൻ്റെ, അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആരാധനാലയത്തിനുള്ളിൽ വെച്ച്, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആരാധനാലയമായ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച്, നായനാർ ക്ഷേത്രത്തിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു വിവാഹം നടത്തിക്കൊടുത്തു. തീർച്ചയായിട്ടും
അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്, അല്ലാതെ മതേതരത്തിൻ്റെ മൂല്യം കൂടിപ്പോയത് കൊണ്ടൊന്നുമല്ല. പക്ഷേ അത്തരം മതേതര മൂല്യം എന്നിവർ പറയുന്ന കാര്യങ്ങൾ കൂടിപ്പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ആരെയാണ് ഇത് ശക്തിപ്പെടുത്തുന്നത്? ആരെയാണ് ഇത് സന്തോഷിപ്പിക്കുന്നത്? ഇത് സന്തോഷിപ്പിക്കുന്നത് ഒരു കാരണവശാലും മതേതരരായിട്ടുള്ള ഇസ്ലാമികരെ അല്ല, തികച്ചും മതഭീകരവാദികളായിട്ടുള്ള മതതീവ്രവാദികളായിട്ടുള്ള ഇസ്ലാമിക വിഭാഗത്തിനെയാണ് ഇത് സന്തോഷിപ്പിക്കുന്നത്. അവരുടെ വോട്ടിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷേ അവരെല്ലാം ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചരിത്ര വസ്തുതകൾ. നേരത്തെയും ഭാരതം ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഭാരതത്തിനകത്ത്. പക്ഷേ അന്നുള്ള അവസ്ഥയല്ല ഇത്. പക്ഷേ അന്ന് ചെയ്തത് കോൺഗ്രസ് ആണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ എങ്ങനെയാണ്, എന്തിൻ്റെ പേരിലാണ് കോൺഗ്രസ് ഒപ്പം കൂട്ടിയത്, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയത്? അതിലൂടെ അവിടെ സംഭവിച്ചത് എന്താണ്? അവിടെ 120ഓളം ഹിന്ദുക്കളെ തലയറുത്ത് തുവൂർ കിണറ്റിലിട്ടു. മലബാറിൽ നിരവധിയായ ഹിന്ദുക്കൾ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ബ്രിട്ടന് നേരെയുള്ള യുദ്ധമാണെങ്കിൽ എന്തിനാണ് ഇവർക്ക് നേരെ ആക്രമിച്ചത്? 21 ഊരിയ വാൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് ഈ അടുത്ത കാലത്ത് മുദ്രാവാക്യം വിളികൾ കേട്ടു. ലഗെ ലഗെ പാകിസ്ഥാൻ, ലഗെ രഹേ ഹിന്ദുസ്ഥാൻ എന്ന മറ്റൊരു മുദ്രാവാക്യം ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ആ ഇടയിൽ 1940കളിൽ മുഴങ്ങിക്കേട്ടു. ഇങ്ങനെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾക്ക് കാരണമായതും ഇതേ അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സ് ആയിരുന്നു. ഇതേ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം തന്നെ നടന്നത്. എങ്ങനെയാണ് ഭാരതത്തിനകത്ത് വർഗീയവാദം തലപൊക്കിയത്? എന്നു മുതലാണ് ഏറ്റവും കൂടുതൽ ഇത് ഏറ്റവും അധികമായി ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടായത് എന്നു മുതലായിരുന്നു? അത് ഷാബാനു കേസ് മുതലായിരുന്നു. ഷാബാനു കേസോടുകൂടി അവർക്ക് മനസ്സിലായി, തീവ്രവാദികൾക്ക് മനസ്സിലായി ഇവിടെ എന്തും നടക്കുമെന്ന്. അതായത് അവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കോടതി വിധിയെ പോലും അട്ടിമറിച്ചുകൊണ്ട് അന്ന് രാജീവ് ഗാന്ധി സർക്കാർ കൊണ്ടുവന്ന നിയമം മൂലം ഷാബാനു ഒരു വശത്ത് വലിയ രീതിയിൽ ശിക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ സർക്കാരിൻ്റെ സഹായം ആവശ്യമായ ഒരു അബലയായ സ്ത്രീ. ഇക്വാലിറ്റി ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ദ ലോ എന്നൊക്കെ നമ്മൾ പറയുന്ന ആർട്ടിക്കിൾ 14 അല്ലേ, ഈക്വാലിറ്റി ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ദ ലോ, അത് അടിമുടി തകർക്കപ്പെടുകയായിരുന്നു. അന്നാണത് ഏറ്റവും ഭംഗിയായി തകർത്തത് എന്നാണ്. ആ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങി ഭീകരവാദം വലിയ ശക്തമായ നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. 90കളിൽ എന്താണ് സംഭവിച്ചത്? കാശ്മീരി പണ്ഡിറ്റുകളെ കാശ്മീരിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി കാര്യങ്ങൾ. അവിടെ നിന്ന് അവർ ഓടി ഒളിക്കേണ്ടി വന്നു. അവർ മതേതരവാദികളായിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോഴൊക്കെയും നമ്മൾ ശ്രദ്ധ കൊടുത്തിരുന്നുവെങ്കിൽ, ഇതിന് മുന്നേ ശ്രദ്ധ കൊടുത്തിരുന്നുവെങ്കിൽ ഇതൊന്നും ഭാരതത്തിനകത്ത് നടക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ കാര്യങ്ങളെയൊക്കെയും വെള്ളപൂശുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റും. ഒരിക്കലും നമുക്കിതിനെ തള്ളിക്കളയുവാൻ പറ്റില്ല, ഇതിനുള്ള സാധ്യതകളെയും തള്ളിക്കളയുവാൻ പറ്റില്ല. തീർച്ചയായിട്ടും വളരെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം തന്നെ നടക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.